അടുത്ത ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തത് ക്രിസ്ത്യാനികളായിരുന്നല്ലോ. ഹിറ്റ്ലർ, മുസോളിനി, പോൾ പോട്ട്, ബ്രിട്ടീഷ്, അമേരിക്കൻ എന്നീ ക്രിസ്ത്യൻ രാജ്യങ്ങൾ. പിന്നെ എന്ത് ധാർമ്മികതയാണ് ക്രിസ്ത്യാനിക്ക് ഉള്ളത് എന്നൊരു ചോദ്യം. ഇവിടെ ആക്ച്വലി എന്റെ എതിർ സമാപം പറഞ്ഞ ഒരു കാര്യം തന്നെ എടുത്തുകൊണ്ട് ഞാൻ പറയാം. നിരീശ്വരവാദികൾ, ഈ ഇസ്ലാമിസ്റ്റുകള് നബി ചന്ദ്രൻ പിളർത്തെന്ന് പറഞ്ഞ മിത്തുകൾ പോലെ നിരീശ്വരവാദികളുടെ കുറെ മിത്തുകളുണ്ട്. അതിലൊരു മിത്താണ് ഈ ഇൻക്വിസിഷൻ. ഇൻക്വിസിഷൻ നടന്നിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല, ഇൻക്വിസിഷൻ നടന്നിട്ടുണ്ട്. ഇൻക്വിസിഷൻ തെറ്റുമാണ്, അതിന് സഭ മാപ്പും പറഞ്ഞിട്ടുണ്ട്. നമ്പർ 2, ഇൻക്വിസിഷനിൽ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്? നിങ്ങൾ ഗൂഗിൾ എടുത്ത് വിക്കിപീഡിയ അടിച്ചു നോക്ക്. വിക്കിപീഡിയ ഒരു റെലവൻറ്റ് സോഴ്സ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു നോക്ക്. 4 നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ടത് 4000 മുതൽ 5000 പേരാണ്. ഞാൻ പറയുന്നത് ആൾക്കാരുടെ എണ്ണം കുറയുന്നത് കൊണ്ട് അത് പുണ്യകർമ്മമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിരീശ്വരവാദത്തിന്റെ പേരിൽ നിങ്ങൾ പറയും ഓക്കെ അവരുമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, സ്റ്റാലിൻ ഞങ്ങളുടെ ആളല്ല, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളുടെ ആളല്ല. പക്ഷെ അവരുടെ എല്ലാം അണ്ടർലൈൻ ഫിലോസഫീസ് ഏത്തിസം. അവര് കൊന്നൊടക്കിയത് 40 മില്യണിലധികം ആൾക്കാരെയാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ ആണല്ലോ ഭയങ്കര ഇതായിട്ട് നിങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞിട്ട് നടന്നത് എന്താണ്? റോബിസ്ഫിയർ വന്ന് റെയിൻ ഓഫ് ടെറർ നടന്ന് വെറും 9 മാസം കൊണ്ട് 45,000 പേരാണ് കൊന്നൊടുക്കിയത്. ഓക്കെ, പക്ഷെ ഇവിടാണ് വ്യത്യാസം. സഭ ഇൻക്വിസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരെ നിന്ന് നോക്കി പറയാം ഈ ചെയ്തത് തെറ്റാ. അതിന്റെ കാരണം എന്നാ? ക്രിസ്തു എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് വൈ യു ആർ റോങ്. പക്ഷെ നിങ്ങൾ ആരെ നോക്കി പറയും ഇത് തെറ്റാണെന്ന്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഇതെടുക്കാതെ നിങ്ങൾ അങ്ങ് മാറിപ്പോവും. ഏതൊരു ക്രിസ്ത്യനും ഒരു തെറ്റ് ചെയ്താലും we have the right to say you are not acting like Christ. നിങ്ങൾ ക്രിസ്തുവിനെ പോലല്ല പെരുമാറുന്നത്. because we have a standard. You guys don't have a standard. വ്യക്തമായി. ഇനി അടുത്ത